ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്ന് സാറ്റർഡേ ആണ്. മേ ബി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സൺഡേ ആയിരിക്കാം, അല്ല മൺഡേ ആയിരിക്കാം. നമ്മൾ വീഡിയോ എടുക്കുന്നത് സാറ്റർഡേ ആണ് കേട്ടോ. നമുക്കൊരു വീക്കെൻഡ് സ്പെഷ്യൽ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് പ്രത്യേകിച്ചൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ നമ്മൾ കുറേ ദിവസമായി നമ്മൾ ഡേ ഇൻ മൈ ലൈഫും അതുപോലെ ഹോം വീഡിയോസൊക്കെ ചെയ്തിട്ട് എല്ലാം പർച്ചേസിങ് വീഡിയോ തന്നെയാണ് ഇപ്പോൾ കൂടുതലും പോസ്റ്റ് ചെയ്യുന്നത്. കാര്യം നമ്മൾ പുതിയതായിട്ട് വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ അതനുസരിച്ചുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നും അതായിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കുമല്ലോ, അതുകൊണ്ടിട്ട്. അപ്പം ഇന്നത്തെ വ്ളോഗ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വീക്കെൻഡ് സ്പെഷ്യൽ വ്ളോഗാണ്. വീക്കെൻഡ് സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോരോ കാര്യങ്ങളായിട്ട് പറയാം. ഫസ്റ്റ് രാവിലെ ഉറക്കം എഴുന്നേറ്റ് കുഞ്ഞു ബേബി വാശിയാണ്. രാവിലെ ഉറക്കം എണീച്ച് 11 മണിയായി. രാവിലെ ഗോകുവിൻ്റെ ഇന്ന് വിസ പുതുക്കണമായിരുന്നു. ഗോകുവിൻ്റെ വിസ കഴിഞ്ഞുകൊണ്ടിട്ട് അത് പുതുക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. കുറച്ച് രാവിലെ എണീറ്റ് പോയി. അന്നേരം ഞാൻ എണീറ്റില്ലായിരുന്നു. പിന്നെ വന്നിട്ട് ഉറങ്ങിയപ്പോഴാണെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ എണീറ്റ് പോകുന്നുണ്ട്. ഇന്നലെ രാത്രി കിടന്നപ്പോൾ 3 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞ് കിടന്നപ്പോഴത്തേനും അങ്ങനെ എന്താ രാവിലെ ഉറക്കം എണീറ്റ് കുഞ്ഞുബേബിനെ കുളിപ്പിച്ച് പാലൊക്കെ കൊടുത്ത് സെറ്റാക്കിയതിനു ശേഷം കുഞ്ഞുബേബിനെ കുളിപ്പിച്ചു. പിന്നെ ഞാനൊരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണമെന്ന് കുറേ ദിവസം കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ നാളായി. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഇതുവരെ എണ്ണ വെച്ചിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ കുറച്ച് എണ്ണയൊക്കെ ചൂടാക്കി ഒരു ഹോട്ട് ഓയിൽ മസാജൊക്കെ കൊടുത്ത് ഇനിയിപ്പം കുളിക്കുമ്പോൾ ഹെയർ വാഷ് ചെയ്ത് കളയണം. പിന്നെ കാശി ബേബി ഉറക്കം എണീറ്റപ്പോൾ കാശി ബേബിക്ക് ഫുഡ് കൊടുത്തു. വീട്ടിൽ ഇന്ന് ദോശയായിരുന്നു, പക്ഷെ അവൻ കഴിച്ചില്ല. അവന് നൂഡിൽസ് ആക്കി കൊടുത്തു. അത് കഴിച്ചിട്ട് അമ്മയുടെ കൂടെ പോയി. ഇനിയിപ്പോൾ എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. പിന്നെന്താ, ഗോകു കുളിക്കാൻ കയറിയേക്കുന്നു. ഇനി എനിക്ക് കുളിക്കണം. ഇവിടെ പ്രത്യേകിച്ച് എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അമ്മ എല്ലാം ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് അമ്മ പോയത്. ഇപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചാൽ മതി. പിന്നെ ഇന്നലെ പോയിട്ട് മാർക്കറ്റിൽ പോയപ്പോൾ ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാം ചിക്കൻ ഒന്നീ ഫ്രൈ ചെയ്യും, അല്ല എയർ ഫ്രൈ ചെയ്യും. അതാണ് ഇന്നത്തെ ഒരു അജണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽസൊക്കെ കൊണ്ടുവരും കേട്ടോ. ഒരു ചിക്കനെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമ്മൾ കുറേ പേരുണ്ട്. അതുകൊണ്ടിട്ട് കുറേ കുട്ടി പിള്ളേരുകളാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിൽ നിൽക്കുന്നൊരു പയ്യനുണ്ട്, അവൻ്റെ 2-3 കൂട്ടുകാരുണ്ട്. അതാണ് കുറേ കുട്ടികളെന്ന് പറഞ്ഞത്. പിന്നെ എൻ്റെ ബ്രദറുണ്ട്, ഞാനുണ്ട്, ഗോകുണ്ട്, അമ്മയുണ്ട്. പിന്നെ ഗോകുവിൻ്റെ ആരെങ്കിലും ഫ്രണ്ട്സ് വരും. അപ്പം ചിക്കൻ ആക്കാൻ ചോരെണ്ണം മാത്രമായി കഴിഞ്ഞാൽ നടക്കില്ല. ഈ കൊച്ചു ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് വരും. അതുകൊണ്ടിട്ട് നടക്കത്തില്ല. അപ്പം ഗോകുവിനടുത്ത് നമ്മൾ മാർക്കാൻ സേവിൽ പോകാൻ മാർക്കാൻ സേവിൽ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ പോയി ഞാനും ബേബിയും ഗോകും കൂടെ പോയിട്ട് ഒരു ചിക്കനും കൂടെ മേടിക്കണം. പിന്നെ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കണം. പിന്നെ അപ്പം ഞാൻ പോയി കുളിച്ച് റെഡിയായിട്ട് വരാം. അതിന് ശേഷം കാണിക്കാം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഗോകുയുടെ കൂടെ പോവാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ എന്നെ കൊണ്ടുപോയില്ല. ആളെന്തോ തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ആ കൊച്ചങ്ങ് പോയി. ഇനി ഞാൻ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നത് അടുത്താണ്, ജസ്റ്റ് അപ്പുറത്തേക്ക് നടന്നു പോയാൽ മതി. പക്ഷേ വേറെ 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഷോപ്പിലിരിക്കുന്ന പയ്യൻ്റെ റൂം മാറണം. അപ്പോൾ അവർക്ക് റൂം എടുത്ത് കൊടുക്കാനൊക്കെ നടക്കുകയാണ്. പിന്നെ അവരുടെ വിസ അടിക്കുന്നതിൻ്റെ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ ശല്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്കാണ് ആദ്യത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. 1:30 ആയപ്പോൾ പോകാനൊരുങ്ങി കാണാം. പിന്നെ ബേബി ഞാൻ തന്നെയല്ല ഉള്ളായിരുന്നു. ബേബി ഉറങ്ങി ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് എണീക്കും. നമ്മുടെ ഇവിടുത്തെ നെറ്റ് ഭയങ്കര ഷോക്കാണ്. റൂമിലെ വൈഫൈ കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാനതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷോപ്പിൽ പോയി ഇരുന്നിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇല്ലാണ്ടിട്ട് അപ്ലോഡിങ് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോണ്ടെന്നോ. അപ്പോൾ ഷോപ്പിലേക്ക് ബേബി ഇപ്പോൾ നല്ല ഉറക്കമാണ്. അതിനിടയ്ക്ക് ഞാൻ കയറി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി റെഡിയായി. ഇപ്പോൾ ഷോപ്പിൽ പോകണം. ഷോപ്പിൽ ചെന്നിട്ട് എനിക്കവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. എന്തെങ്കിലും സീരിയൽ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ക് നോക്കാനുണ്ടെങ്കിൽ എടുത്ത് തരികയാണെങ്കിൽ ഞാൻ നോക്കും. അല്ലാണ്ട് അറിഞ്ഞ് ചെയ്യാനൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മൾ നോക്കി പിന്നെ കുളമാക്കിയെന്ന് പറഞ്ഞിട്ട് ചരക്ക് എന്നെ തോള കയറാൻ വരും. അതുകൊണ്ട് ഞാൻ അതിന് പോകാറില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ മേടിക്കണം, ചിക്കൻ വാങ്ങാമെന്നും പറഞ്ഞൊക്കെ വെച്ച് പോയത്. പക്ഷേ ഇതൊരു വിവരവും ഇല്ല. മേടിച്ചിട്ട് വന്നിടത്തേക്ക് ക്ലീൻ ചെയ്ത് മസാല പുരട്ടി വെച്ചിരുന്നാൽ രാത്രിത്തേന് എല്ലാവരും വരുമ്പോഴത്തേനും അങ്ങ് ഫ്രൈ ചെയ്താൽ മതി.
ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും 12 മണിയാകുമ്പോൾ നമ്മുടെ ഷോപ്പ് അടയ്ക്കാൻ, അടുത്തുള്ള ഷോപ്പുകൾ അടയ്ക്കുമ്പോൾ ആ ഒരു ടൈമാവും. അടുത്തുള്ള ഷോപ്പിലാണ് 2-3 പയ്യന്മാർ. അപ്പോൾ അവരൊക്കെ വരുമ്പോഴത്തേനും ആ 12 മണി സമയമാവും. അവർ വന്നിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേനുള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ 12 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ തീരുമ്പോൾ 3 മണി 4 മണിയാവും. കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിച്ച് ഫുഡ് കഴിച്ച് പിള്ളേർ പോകുമ്പോഴത്തേനും പിള്ളേർക്കും ഉറക്കമില്ല, ഞങ്ങൾക്കും ഉറക്കമില്ല. അതുകൊണ്ടിട്ട് ഞാൻ മേടിച്ച് വെച്ചിരുന്നാൽ നേരത്തെ അങ്ങ് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞത്. എവിടെ ഇല്ല, പോയ വഴിക്ക് പുല്ല് പോലും മുളച്ചില്ല എന്ന് പറയില്ല, ആ അവസ്ഥയിലാണ് ഇപ്പോൾ. ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് 1 വീക്ക് ആവാനാവുന്നു. ഞാനിന്ന് ആദ്യമായിട്ടാണ് ഹെയർ വാഷ് ചെയ്തത്. വന്നിട്ട് ഞാൻ ഹെയർ വാഷ് ചെയ്തതേ ഇല്ല. കാര്യം ഇവിടുത്തെ വെള്ളം ഭയങ്കര ചൂടാണ്. പിന്നെ ഗോകുവിൻ്റെ മുടി നല്ല രീതിക്ക് കൊഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ സത്യത്തിൽ എൻ്റെ സിറം കൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. യൂസ് ചെയ്ത് വെറുതെ പണി മേടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പുറത്തേക്ക് പോയാൽ മതി, വലിയ ആർഭാടമൊന്നും വേണ്ട. ഞാൻ മിക്ക വ്ളോഗ്സിലും ഞാൻ പറയാറുണ്ട് നമ്മുടെ ഷോപ്പ് കാണിച്ചു തരാം. മുന്നത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഷോപ്പ് ഏതാ എവിടെയാണെന്നൊക്കെ ഉള്ളത്. ഇപ്പോഴത്തെ ആർക്കും അറിയത്തില്ലല്ലോ, അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കാണിച്ചു തരാമെന്ന്. സമയം കിട്ടുന്നില്ല അതാ. അപ്പം ഞാൻ റെഡിയായി. മുടിയും കൂടെ ഉണക്കിയിട്ട് എനിക്ക് ഡ്രയർ മേടിച്ച് തരാൻ പറഞ്ഞപ്പോൾ മേടിച്ചില്ല. ഷോപ്പിൽ ഒരെണ്ണം ഇരിപ്പുണ്ട്. ഇന്ന് പോയിട്ട് അതെടുത്തിട്ട് വന്നു. മുടി ഉണക്കുക, വേറെ ഒന്നുമില്ല. കാശി അമ്മ ഇതുവരെ വന്നിട്ടില്ല. അവർ ഇനിയിപ്പോൾ വൈകുന്നേരം വരത്തുള്ളായിരിക്കും. വൈകുന്നേരത്തിന് എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തിനെ കാണത്തുള്ളൂ. ജാക്കറ്റ് കൂടി പോകണം. അപ്പം ശരി, നമുക്ക് കടയിൽ ചെന്നിട്ട് കാണാം. ബേബി നല്ല ഉറക്കാം. ബേബിനെ എടുത്തിട്ട് ഉണർത്താതെ എടുത്തിട്ട് പോകണം. അപ്പോൾ ഇതേ നമ്മുടെ കാശിക്കുഞ്ഞൻ വന്ന്, അതുകൊണ്ടിട്ട് കാശിനെ കൊണ്ടുപോകും. കുഞ്ഞു ബേബിനെ അവിടെ നിർത്തിയിട്ട് കാശിനെ കൊണ്ടുപോകാൻ വിചാരിച്ചു. ഇന്നലെ കുഞ്ഞു ബേബിനെ കൊണ്ടുപോയത്. പോവാം കാശി, ഷോപ്പിൽ പോവാം. വാ 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 പൊന്ന വാന്ന്. അപ്പം ശരി, നമുക്ക് ഇനി ഷോപ്പിലെ വിശേഷങ്ങളൊക്കെ കാണാം. വായോ, മമ്മി പോവാ. എന്നാൽ ശരി, ഉടക്കി പിന്നെ കൊച്ചിനെ കൊണ്ടുപോട്ടെ. ചേട്ടാ ആരെങ്കിലും എടുത്തിട്ട് പോയിട്ട്. അപ്പോൾ ഇതേ നമ്മൾ ഷോപ്പിലെത്തി. നമ്മുടെ കുഞ്ഞു ബേബി നല്ല ഉറക്കമാണ് കേട്ടോ. സ്ട്രോളറിലുകൊണ്ടിട്ട് അങ്ങനെ ഉപകാരമുണ്ട്. ദേ ഗോഗു അതൊന്ന് കാണിച്ചു കൊടുക്കും. നമ്മൾ പുതിയതായിട്ട് ഇറക്കിയ ഐറ്റമാണ് കേട്ടോ. നമ്മുടെ ഷോപ്പിൽ പുതിയതായിട്ട്, സാധനം പുതിയതൊന്നുമല്ല. എന്താ വെച്ചാൽ മറ്റേ ക്യാമറ ഉണ്ടല്ലോ, അതാണ്. ഫോട്ടോ എടുക്കാൻ നേരം തന്നെ അതിൻ്റെ പ്രിൻ്റ് വരും. ഇത് ആക്ച്വലി ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ കളറിൻ്റെ കിട്ടുമോ? കളറിൻ്റെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, മെസ്സേജ് ചെയ്താൽ മതി. നമ്മുടെ പേജിൻ്റെ നമ്പറിൽ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. കണ്ടോ, പിള്ളേർക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം അല്ലേ. ഇതിൻ്റെ റേറ്റ് എത്ര വരുന്നത്? അപ്പോൾ ദേ കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ്. ഇത് പേപ്പറാണ് കേട്ടോ. നമ്മൾ മറ്റേ ബസ്സിൻ്റെ അകത്തൊക്കെ കിട്ടുമല്ലോ, ആ ടിക്കറ്റ് കിട്ടുന്ന പേപ്പർ. സംഭവം കൊള്ളാം. പിള്ളേർക്കൊക്കെ വാങ്ങിക്കൊടുത്താൽ എന്തെങ്കിലും ഒരു മെമ്മറി ആയിട്ടൊക്കെ കളക്ട് ചെയ്ത് വെക്കാനൊക്കെ ഓക്കെയാണ്. ഇതിൻ്റെ കൂടെ ഒരു ഷീറ്റ് പേപ്പർ വരുന്നുണ്ട്. ഒരു റോള് വരുന്നുണ്ട്. ഇത് റോള് നമുക്ക് മേടിക്കാൻ കിട്ടും. അതുപോലെ ചാർജർ വരുന്നുണ്ട്. ബെൽറ്റ് മറ്റേ ഈ തോളയിലൊക്കെ തൂക്കിയിടുമല്ലോ. കൊച്ചു പിള്ളേർക്ക് കളിക്കാനുള്ള പിള്ളേരുടെ ഐറ്റം കേട്ടോ. കണ്ടോ, ഇതാണ് ഐറ്റം. വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറയണമെങ്കിൽ ഓർഡർ കൊടുത്തിട്ട് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. നല്ലതാണ് കേട്ടോ, സാധനം നല്ലതാണ്. നമ്മൾ ഒരെണ്ണം ഇറക്കി നോക്കി എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയാണ്. പിന്നെ ഇനിയിപ്പോൾ ഷോപ്പ് കാണിച്ചു തരാം. പിന്നെ എടേ ചിക്കൻ മേടിച്ചില്ലടേ. അൻ്റെ രാത്രിയിൽ എന്താ പരിപാടി? ചിക്കൻ ഫ്രൈ ചെയ്യണോ എയർ ഫ്രൈ ചെയ്യണോ? ഫ്രൈ ചെയ്താൽ മതിയല്ലേ? പകുതി ഫ്രൈ അല്ല, ഞാനിത് വീക്കെൻഡ് സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തതാ അല്ലേ? അതാണ്. പകുതി നമുക്ക് എയർ ഫ്രൈ ചെയ്യാം, പകുതി നമുക്ക് ഫ്രൈ ചെയ്യാം. ഏത് സോഫ? എന്തോ
അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പ്, അൽനാജി മൊബൈൽസ് ആൻഡ് ട്രേഡിംഗ്. നമ്മുടെ ഷോപ്പ് വരുന്നത് അജ്മാൻ റാഷിദിയ 3-ൽ പാകിസ്ഥാനി സൂപ്പർ മാർക്കറ്റിന് എതിർവശം, അതുപോലെ തന്നെ അസ്റ്റർ ഹോസ്പിറ്റൽ അതിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ. ഷോപ്പിൻ്റെ ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പിന്നെ ഷോപ്പിലിപ്പം സ്വന്തമായിട്ട് ഗൂഗിൾ അക്കൗണ്ട് ഉള്ള കമ്പനിയാണ്. നമ്മൾ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. അപ്പം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്സസറീസ് ഉണ്ട്, മൊബൈൽസ് ഉണ്ട്, വാച്ചസ് ഉണ്ട്. ഫോണിൻ്റെ ആക്സസറീസ് ആണ് കേട്ടോ പറഞ്ഞത്. ഫോൺ കേസുകളുണ്ട്, ഹെഡ്ഫോൺസ് ഉണ്ട്, ചാർജേഴ്സ് ഉണ്ട്, ലാപ്പ് ഉണ്ട്, ടാബ് ഉണ്ട്, പിന്നെന്താ പറയുക, സർവീസ് ഉണ്ട്. ഏത് ഫോണിൻ്റെ ഏത് മോഡലായിക്കോട്ടെ എല്ലാത്തരം സർവീസ് ഉണ്ട്. അതിൻ്റെ സർവീസ് നമ്മുടെ മെയിൻ പ്രോപ്പർട്ടിയാണ് നിൽക്കുന്നത് ആനന്ദിന് പല വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, കാണാത്തവർക്ക് ഒരു പറഞ്ഞാൽ കേട്ടോ. എന്നെ മാറ്റിക്കിരിക്കുന്ന ആണോ ഒന്ന് പാടുന്നത്. ഞാൻ ഇവരുടെ കാര്യമാണ് പറഞ്ഞത്. അയ്യോ പൊട്ടി. പൈസ വെച്ചോ വെച്ചോ തരും കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ, എനിക്ക് ഏത് കളറാ കിട്ടുന്നത് നോക്കാം. ലബുബു ഈ മനഃപൂർവ്വം അങ്ങനെ അടിച്ചു പൊട്ടിച്ചല്ലേ? നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പ്രതീക്ഷിക്കുന്നത് നടക്കുള്ളൂ. ഇന്റർനാഷണൽ വില കളഞ്ഞു. എന്താ പോയത്? വൈറ്റ് ഇത് ഒറിജിനലാ? സമാധാനം ഇത് ഒറിജിനൽ അല്ലേ? അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റാ. എല്ലാ ലബൂബിന്റെയും തല കറങ്ങി കിട്ടോ. ഞാൻ ഇന്നലെ പോയി കടയിൽ മറ്റേ മാർക്കറ്റിൽ പോയപ്പോ ഞാൻ കറങ്ങി നോക്കിയായിരുന്നു, എല്ലാത്തിന്റെയും തല കറങ്ങുന്നുണ്ട്. പിന്നെ ഇത് കണ്ടുപിടിക്കാനേ ഇതിന്റെ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൈ ഇങ്ങനെ ഇരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇങ്ങനെ വിടർന്നിരിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ കൈ വിടർന്നല്ല കേട്ടോ, അടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് ഒറിജിനലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. സ്വന്തം കടയെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ലബൂബ്. ഇവിടെ എവിടെയല്ലേ ഹാങ് ചെയ്യണം. എനിക്ക് വേണ്ട. തടഞ്ഞു പോണാലോ. ഇത് ചാത്തനാണ്, ചാത്തൻ നെഗറ്റീവ് ക്യാരക്ടറാണ്. നീ ഇതിനാണ് വിൽക്കാൻ മേടിച്ചേക്കുന്ന പൂളാളെ. സാധനം കൊള്ളാം, കാണാനൊക്കെ ഭംഗിയൊക്കെ ഉണ്ട്. അപ്പൊ ചൂട് ഇപ്പം നാട്ടിലെ മഴയാണെന്ന് തോന്നുന്നു. ഇവിടെ ചൂടാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റിയ സാധനം ഉണ്ടല്ലോ, ഹാൻഡ് ഫാൻ. ഇത് പഴയതല്ലേ? ഏതാ ഓപ്പൺ ചെയ്തത്? ഇത് ചാർജ് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ കഴിഞ്ഞൊരു പേർച്ചേസിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷാർജയിൽ വന്നിട്ടുണ്ട്. ഇതെൻ്റെ ബ്രദറാണ് നടന്നു പോകുന്നത്. ബ്രദറിൻ്റെ ഇതുവരെ നമ്മൾ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല. ഇതിനിടയ്ക്ക് എൻ്റെ വീഡിയോ ഫോൺ എന്തോ അതാണ് എൻ്റെ ബ്രദർ. അത് ബുദ്ധിയുള്ളത് കൊണ്ടുപോ. എടാ ഇൻട്രോ ഞാൻ ഓൾറെഡി എടുത്തടാ. രാവിലെ എടുത്താ ഓണായാ? അപ്പൊ നമ്മുടെ വീക്കെൻഡ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കുറെ ആയി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പം ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻ ആണ്. ബിരിയാണി നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ലായിരുന്നു. പെട്ടെന്നായിരുന്നു ബിരിയാണി ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചത്. എന്നോട് ആരോടാ നിർത്തി പിടിക്കാൻ പറഞ്ഞത്? അപ്പൊ ഇന്ന് ആനന്ദൊക്കെ റൂം ഷിഫ്റ്റ് ചെയ്തു അല്ലേ ആനന്ദേ?
ആനന്ദാണ് എന്റെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ. എനിക്കിവിടെ വന്നിട്ട് വീഡിയോഗ്രാഫർ കിട്ടിയിരിക്കുകയാണ്. ആ അതെ അതെ, എന്റെ മാനേജറാണ്. സാലറി ഒന്നും ഇല്ല കേട്ടോ. ആണെങ്കിൽ ഇതെനിക്ക് ഫുഡ് ഉണ്ടാക്കി തരും അത്ര വരെ. ആ ഉണ്ട്. ആ നമ്മുടെ ഷെഫ് നിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. നീ എവിടെ ഓടുന്നത്? എവിടെടാ ഇത്? എന്തുവാടാ ഇത്? വല്ല കാര്യമുണ്ടോ? കൈവച്ചൊക്കെ എടുത്താ പോരായിരുന്നു. കിച്ചണൊക്കെ മെസ്സി ആയിട്ട് കിടക്കാണ്. ബിക്കോസ് നമ്മൾ കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടിട്ട്. ഇതാദ്യം ഫ്രൈ ചെയ്ത് കഴിയണം, അതിനുശേഷം ചിക്കൻ ഫ്രൈ ചെയ്യണം. പിന്നെ എയർ ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. അതാരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോ, സമയം വേസ്റ്റ് ആവൂലല്ലോ. ഇപ്പൊ ടൈം എന്തായി മക്കളെ? ഇങ്ങനെ പിടിച്ച് ഒന്ന് വാഷ് ചെയ്തിട്ട് വെക്കണേ. ആ ഗോകുൽ കാണാം. എന്തോടാ ഇനി നമുക്ക് സവാള വറക്കണം, പിന്നെ ചിക്കൻ വറക്കണം. അല്ലടാ, ഗ്യാസ് കത്തിച്ചിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് സവാള വെച്ചത്. അതാ എന്തിട്ടാണ് എന്താടാക്കണ വറുക്ക? ഫ്രൈ ആവുന്നില്ലടാ. ഏതാ എന്തോ എടാ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോ നീ ഒരു ചുമടാണ് വാങ്ങി തന്നു വിട്ടത്. ഇല്ലേ, ഇത് തന്നെയല്ലേ വാങ്ങി തന്നു നീയാ? ആ ഓമൻ ലേസ് പോലെയല്ല, ഇത് വേറെ എന്തോ ഒരു ഫ്ലേവർ. ആ കൊള്ളാം, നല്ലയാ. ഓമേടാ ഫ്രീസറിലിരിക്കുന്നു. കാട്ടടാ, സമയം കളയണ്ടടാ. ഇതായാലേ നടക്കുള്ളൂ. ഫ്രൈ ആയി വരുന്നുണ്ട്. എല്ലാം കൂടെ പറ്റൂലെന്ന് തോന്നടാ. സ്പെഷ്യൽ കൂറ്റമ്പാറ ഉള്ളി, കൂറ്റമ്പാറ കുഞ്ഞായി. അവിടെ മസാല നോക്കിയാ മസാല മണക്കുണ്ട്. കൂറ്റമ്പാറ കുഞ്ഞായി വിളിച്ചിട്ടുണ്ട്. വരി അത് ഓഞ്ചി മറ്റോ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? കുറച്ചൊന്ന് കട്ട് ചെയ്യണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ദേവചേച്ചിക്ക് അന്തംഗമയ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? അന്തവും കുന്തവും ഇല്ലാതിരിക്കുക. അത് കരിഞ്ഞു പോയി. ഒരു മിനിറ്റ് ഒന്ന് മാറില്ല, ഒരു സെക്കൻഡ് ഒന്ന് മാറിയല്ലോ. പേടിച്ചല്ലടാ, ഞാൻ തിന്നൊന്നുമില്ല. പേടിച്ചല്ലടാ. ബഹുമാനപ്പെട്ട റിഷാദിന് എന്താ പറയാനുള്ളത്? ഒന്നും പറയല്ല. ചിക്കൻ മറക്കണതിനെ പറ്റി എന്തെങ്കിലും പറയാനുള്ളത്? ചിക്കൻ വർക്കിനെ കുറിച്ച് പറയാന്ന് വെച്ചാല് ഒരു വെറൈറ്റി ഉള്ള ഇവനിക്ക് പെണ്ണ് നോക്കണ്ട കേട്ടോ. നല്ല കുട്ടികളുണ്ടെങ്കിൽ പറയാ. നാട്ടിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. ഓടോ ചാടോ നീന്തോ എന്തിനാണ് എന്റെ കായിക മേഖല? ജീവിതം എന്താ പറയാ? അടിക്കോടെ വെള്ളം എടാ ആനന്ദേ ആനന്ദേ രണ്ടൊരു പാട്ട് എവിടെയാണ് കുട്ടിയത്? ചരിച്ചെടുത്തപ്പോ ഞാൻ എന്താ പറയുക? നാളത്തെ രാജ്യസഭയെ പറ്റി എന്താ പറയുന്നത്? ഒന്നും പറയണ്ട.
എന്നാലും പറയാം ഒരു രണ്ട് വരി പാട്ട് ചേച്ചിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. എന്താ നാട്ടിൽ നിന്നും പരിപാടി? നാട്ടിൽ നടന്ന പരിപാടിയാ പറയാം. നാട്ടിൽ പോവാ, ഫുഡ് കഴിക്കുക, കടന്നുറങ്ങുക. ലീവിന് പോയാല് പരിപാടി കുളിക്കണില്ലേ? എന്റെ നിക്കാണ്ടോ എല്ലാരും ചെന്ന് സഹായിക്ക. ഫുഡ് കുറെ ഉണ്ടാവും. കണ്ടിട്ട് അതിന് ചെന്നാ മതി. ചെന്നോട് 2000 ആൾക്കാര് സീനാവും. ഇങ്ങോട്ട് തിരിയോ? നിന്റെ മോനൊക്കെ തിരിയല്ലേ? പോണത് കേട്ടാ. ബഹുമാനപ്പെട്ട ആന്റിക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു അവസരത്തില്? ഈ പാത്രം കഴുകുന്ന ഈ ഒരു അവസരത്തിലും വെള്ളം പാടാക്കിനെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ എനിക്ക്? ഞാൻ പറയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ എൻ്റെ അല്ല സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഉള്ളവരാണ് ട്ടാ. അത് രാത്രിയിൽ മാത്രം ലൈവ് ഓൺ എടുത്താ ഞാൻ. കൂറ്റമ്പാറ കുഞ്ഞുട്ടി അടുത്തായി 2 പാട്ട് പറഞ്ഞായി. പാട്ടോടെ വേമ്പനാട്ടുകായൽ തിരകൾ തുളുമ്പൊന്നു തകതക തകതക. മെയിൻ മോട്ടർ പാട്ട് പാടിക്കണു. ഈ സെക്കൻഡ് മോട്ടർ ഓന് പാട്ട് പാടാനുണ്ടോന്ന് നമുക്ക് ചോദിച്ചറിയാം. ഉണ്ടോ? പാട്ട് പാടും ചേ? ഇല്ല ഇല്ല. എനിക്ക് പെണ്ണ് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല കുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. 27 വയസ്സ് 28 വയസ്സായിക്കണു. എന്നിട്ട് പെണ്ണ് കിട്ടാതിന്റെ ഒരു സങ്കടത്തിൽ ഇപ്പോഴും 28 വയസ്സായിക്കണേ. എത്ര? അല്ല ഇത് ഞാൻ പറയുന്നത് കേട്ടിക്കണു. ഇനി മാറ്റി പറയണേ മാറ്റി പറഞ്ഞോ. ഗാന്ധിജിന്റെ ഒപ്പം പഠിച്ചിക്കണു എന്നൊക്കെ പറയണ്ടേ. പിന്നെ ഇത് അന്തകമ്മി. ബഹുമാനപ്പെട്ട സദർസ്ഥാത് അന്തകമ്മയെ കണ്ട് ചിക്കൻ മാർക്കുണ്ട്. അരി എങ്ങനെ? അരി ഈ അരിനെ പറ്റി വല്ലതും പറയണ്ട? ഇതാണ് ബസ്മതി റൈസ് അല്ലല്ലേ? ആണോ? ഇത് ബസ്മതി റൈസ്. നിങ്ങളെ കെട്ടിയനെ പറ്റി 2 വാക്ക് എന്തെങ്കിലും പറയണ്ടോ? എന്തുകൊണ്ടു പറയാ? സൽസ്വഭാവി, സൽഗുണ സമ്പന്നൻ. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു. നാളെ പഞ്ചായത്തിന് ഫോം ഇട്ടോ ഓലേട്ടനെ പറ്റി പൂരിപ്പിക്കാൻ. എല്ലാരും പോയി വാങ്ങിക്കോളി. കൂറ്റമ്പാറ പഞ്ചായത്തിന് നിലമ്പൂര് എല്ലാരും അങ്ങോട്ടോണ്ട് വരും. ഞാൻ പെരുന്നാണേ. ബഹുമാനപ്പെട്ട റിഷാദ് അന്തകം വേണ്ടി ചിരിച്ചേന്നു. എന്തിനാ നമുക്ക് ഇപ്പൊ കേക്കാം? പെണ്ണ് നോക്കണ്ട് കേട്ടോ. ഇവർക്ക് പെണ്ണ് കിട്ടിട്ടോ. ഇപ്പൊ എനിക്കിപ്പോ അടുത്ത മാസത്തെ പിന്നെ നിക്കാൻ തന്നെയാണ്. എല്ലാരും പോയി ഫുഡ് ഒന്ന് സഹായിക്കുക. എല്ലാരും ചെല്ലണം. എല്ലാരും വിളിച്ചിക്കണോനെ. എല്ലാരും വിളിച്ചിക്കണു. ഇവനക്ക് എല്ലാരും ഒരു ഹാപ്പി മാരീഡ് ലൈഫ് കമന്റ് ആയിട്ട് ഇടുക. ഒപ്പം മറ്റേ പൊട്ടണ പോവും. ബഹുമാനപ്പെട്ട ദേവ ചേച്ചി അന്തകമ്മയായിട്ട് ചെമ്പായിക്കുണ്ട്. നിങ്ങളാണ് ഇതിന്റെ ഫോക്കസ് ഫുള്ള്. നിക്കി ഫ്രെയിം എടുക്കട്ടെ നിക്കി ഫ്രെയിം പിന്നെ മുജീബക്ക് അങ്ങനെ പഠിപ്പിച്ചിരിക്കണ കൂടി എടുക്കാന്. എന്താണ്ടാലും അടുത്ത വെച്ചെടുക്കണം പറഞ്ഞേ.
ആ ആ ഇവനക്ക് പെണ്ണ് നോക്കണ്ട കേട്ടോ, ഇവനക്ക് പെണ്ണ് നോക്കണ്ടേ, ഇവനക്ക് പെണ്ണ് നോക്കണ്ടേ. ഇപ്പം സെക്കൻഡ് മോട്ടർ ഏതൊരു ഡിസ്ക്, ഇപ്പൊ ഡിസ്ക് ഇങ്ങോട്ട് അവിടെ നിക്കണേ. എന്തെത്തിരിയുള്ളേ ഈ കുറച്ച് കടക്കാർ വച്ചനെ പറ്റി എന്താ നിങ്ങൾക്ക് പറയാം? എന്തുവാടാ മല്ലിയല? കുറച്ച് വെച്ചല്ലടാ, ഒത്തിരി ഉണ്ടായിരുന്നു. തീർന്നു പോയതാ. എന്താണ് അന്താരാഷ്ട്ര ചെമ്പ്? എന്ത് പരിപാടി കൊടുക്കാം വിളിക്കാനായിട്ട് നമ്പർ ഞങ്ങൾ കൊടുക്കണ്ട. പിന്നെ ഓ ഇവിടെ ചിക്കൻ കിട്ടോ, സീൻ ചിക്കൻ. ഇത് കുടിച്ചാ മൈക്ക് കുടിച്ചാ, ഇത് ഇങ്ങനെ പിടിച്ചാണ്ട് ബഹുമാനപ്പെട്ട ചിക്കനെ ഉള്ളിൽ കയറ്റി വിടുക. ഇത് നിങ്ങൾ കണ്ടിട്ട് മടി ഉണ്ടാവില്ല നാട്ടില്, കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോളി, കുഴപ്പമില്ല. പിന്നെ ഇതില് പറഞ്ഞാല് എന്തൊക്കെ കാട്ടി ഓണാവും, നമുക്ക് പിന്നെ ഓണാക്കാം. ആ കത്തി എടുക്കണ്ട്, കത്തിയും പോലൊക്കെ ഈ കത്രി കേട്ടോ, കത്തിയല്ല. ബഹുമാനപ്പെട്ട ചേച്ചി വട്ടാൻ പോണ്ട്. പ്ലേറ്റ് വെള്ള പ്ലേറ്റ്, വെള്ളയിൽ കറുപ്പും. ഈ മല്ലി ഹോട്ടലില് നിങ്ങൾ ആനന്ദം കണ്ടെത്തുന്നുണ്ടോ? ആ അതെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മണി മോനെ? ഇവന് പെണ്ണ് നോക്കണ്ട കേട്ടോ. ഇവന് നിങ്ങൾക്ക് ഈ ചിക്കൻ ഉണ്ടാക്കണ ഈ ഇടവേളയിൽ എന്താണ് ഗൂഗിളിന് ഈ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്? എന്താണ് ബഹുമാനപ്പെട്ട കാശി അറിയ കാശിന്റെ ബഹുമാനപ്പെട്ട കാശി വർത്താനം പറയടാ. നോക്കേ ഏടാ നോക്കേ ഇതെന്താണിത്? വല്ലാത്തൊരിത്. ആനന്ദിന്റെ റൂം ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അവിടെ ഒരു സോഫ ഉണ്ട്, അത് നമുക്ക് തരാന്ന് പറഞ്ഞാൽ അത് എടുക്കാൻ പോവാണ്. വേണേ പോയി കണ്ടോ, അതെടുക്കുന്നോടാ. ഇന്നെടുക്കാനല്ല ഇർഫാൻ ഇർഫാൻ ഇർഫാന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന മോള് കണ്ടിട്ട് കാണുകയാണെങ്കിൽ ചെക്കന് നിന്നെ കെട്ടാൻ വേണ്ടിട്ടാണ് കഷ്ടപ്പെട്ട് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ ഇത് കാണുന്നുണ്ടെന്ന് നമ്മക്കറിയാം, ഇത് കാണണം, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് തരൂ. ചെക്കൻ ഇവിടെ മുടിയൊക്കെ പ്രാന്തനെ പോലെ വളർത്തി. അത് പറയണ്ട. പൈസ പൊട്ട മുജീബ് വിട്ടോ മുജീബ് ഇവിടെ അന്തംഗമ്മ കണ്ട് ലോക്കറൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ ഉള്ളിൽ? അതിൻ്റെ ഉള്ളിൽ കായൊന്നുമില്ല, 2 ബണ്ണും ഒരു ഷൂവും. പെണ്ണിന് വരും ബണ്ണിനെ പ്രണയിച്ചവരാണ്. വാ വരിക. ഇതാണ് ഞങ്ങളുടെ റൂം. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കാറൊക്കെ ഉണ്ട്.
പോർഷെ. പക്ഷെ ഇത് സർവീസിന് എടുക്കാണ്, റെഡിയാക്കണം. ആ അത് നാളെ പെട്രോൾ അടിച്ചിട്ട് കേട്ടോ വിജയ, നാളെ പെട്രോൾ അടിച്ചിടേ. ചാവി എവിടെ? പിന്നെയും ഒരു സന്തോഷ വാർത്ത, സന്തോഷ വാർത്ത. പിന്നെയും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുണ്ട് എന്നാണ് ഭാഗ്യം കാട്ടിയേ. എവിടെ ബഹുമാനപ്പെട്ട ഇർഫാൻ പൊട്ടനാണ്. അപ്പൊ ഷോപ്പിലേക്ക് ഇറങ്ങാം. ഷോപ്പിലാണ് പോകുന്നത്. നമുക്കൊന്ന് ഷോപ്പിൽ പോയിട്ട് വരാം. ഒരു ചെറിയൊരു ചാവി എടുക്കാൻ മറന്നു. ആ ചെറിയൊരു ചാവി എടുത്തിട്ട് തുറന്നിട്ട് നിക്കേ മുജി മെയിൻ മോട്ടർ വാ. ഇപ്പം പെണ്ണിട്ടിട്ടില്ല കേട്ടോ. കുട്ടിയാണെങ്കിൽ നോക്കവനക്ക് പെണ്ണിട്ടിട്ട് പെരക്ക് ലോക്കർ ഉണ്ടാവും നിക്കണേ. ഡിമാൻഡ് ഉണ്ടല്ലേ? അതൊക്കെ എന്താ ഡിമാൻഡ്? പെണ്ണിന് എങ്ങനത്തെ പെണ്ണാവണം? പെണ്ണെങ്ങനത്തെ ആവണം? മുടി വേണോ കൂടുതല്? അല്ലെങ്കിൽ അതുണ്ടാവും. ഇത് പറ, അതൊക്കെ എങ്ങനത്തെ പെണ്ണാവാണ്ട്? മോട്ടറെ പറ, എങ്ങനത്തെ പെണ്ണാവാണ്ട്? ഇർഫാൻ പെണ്ണ് കിട്ടൂല എന്ന് പറഞ്ഞു. ഓന്റെ ആഗ്രഹം വേറെയാണ്. മുജീബിന്റെ ഉപ്പമ്മയൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ഇടുക. ഓ ചൊറുക്കൻ കേട്ടോ. ഏതാ രാമനാട്ട് കായൽക്കിരകൾ. കോഴിക്കോട് രാമനാട്ട് കേട്ടോ. രാമനാട്ടരാ കോഴിക്കോട്. കോഴിക്കോട് മുജിത്തബ കോഴിക്കോടാണ് കേട്ടോ. മുജീബിനെ കാട്ടി കൊടുക്കി. മുജീബ ഇപ്പം മുജീബ് പെണ്ണിട്ടില്ല കേട്ടോ. എല്ലാരും ഉണ്ടെങ്കിൽ ആ ഞമ്മക്ക് വേണ്ടിട്ട് ഇർഫാൻ ഡാൻസ് കളിച്ചത് തയ്ക്കണം. കളിച്ചേ മോട്ടറെ ഓനെ പറഞ്ഞോണ്ടേ ടോപ്പിലോട്ട് കയറ്റിട്ടേ. ഇതാണ് നമ്മളെ ചെന്നൈ. UAE ചെന്നൈ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാരും കണ്ടോളേ. ചെന്നൈ കുതിരോടണ്ട. ഞാൻ കണ്ട ദുബായ് ഇങ്ങനെയല്ല. ഞാൻ കണ്ട ദുബായ് ഇതല്ല. ഞാൻ കണ്ട ദുബായ് വേറെയാണ്. ഞാൻ സ്വപ്നം കണ്ട ദുബായ് ഇതല്ല. ഒരു വന്നത് ആ കുട്ടി പോയിന്റ് ഒരു പൊട്ടാൻ ഇർഫാനി നോയി കണ്ടവിടെ നിക്കണ്ട്. ഓൻ തിരിഞ്ഞിടന്ന്. അപ്പൊ അതിന്റെ സംഭവം തന്നെ ഓൻ മോട്ടറായി. ഓൻ അവിടെ ഇർഫാനെ കണ്ടേക്കാൻ അവിടെ കാർമ്മ ഇങ്ങനെ ചാരിക്കാം. ക്യാമറ ഇങ്ങനെ തിരിഞ്ഞപ്പോ ഓട് മണ്ടി. അതിന് കോഴിക്കോട് നിന്ന് മുജീബല്ലേ? ഇപ്പൊ പെണ്ണിട്ടില്ല. പറയാ അനക്ക് ഈ പെണ്ണ് കിട്ടാത്ത സന്തോഷ അവസരങ്ങളില് ഞങ്ങളുമായി ഒത്തുചേരാൻ സമയം കിട്ടാറുണ്ടോ? സമയം കിട്ടാറുണ്ടോ? അനാൻസാന്റെ ചാനല് പ്രതീക്ഷിച്ചാ തുടങ്ങിയത്. ഇതിപ്പോ തൊപ്പിന്റെ ചാനലായിരുന്നു പോകുന്നത്. കംപ്ലീറ്റ് തെറിയായിരുന്നേ. പറയാം മൈക്കിൽ പറയാം. ഒന്നുമില്ലടാ. അതായത് ഈ ബെൻസിന്റെ ഓണർ മലയാളിയാണെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ കാട്ടാ. ഒരു ജനഗണമന പറഞ്ഞോണ്ട് ഒരു സല്യൂട്ട് നമ്മൾ ഇന്ത്യക്കാർക്ക് മൊത്തം ഒരു സല്യൂട്ട് അടിച്ചു തുടങ്ങി. നമസ്കാരം. ഞാൻ കണ്ട ദുബായ് ഇതല്ല. ഞങ്ങൾ കാണുന്നില്ലേ ബെൻസിന്റെ വിന്റേജ് റേഞ്ച് വീഡിയോ സ്റ്റക്ക് ആവണില്ല. ഏത് മോട്ടർ ഡിസ്കന്നല്ലേ? അലിൻ ജോസ് പെരേര പെണ്ണിട്ടിട്ടും മുജിത്തബാഗ് പെണ്ണില്ല.
അയാൾ പൊട്ടാ മൈക്ക് ഇവിടെയാണ് ഇത് പറയാ ഇതാണ്ടോ ഇത് ഞാന് ഇപ്പൊ കജ്ജോക്കണേ അത് ഞാന് അതിന്റെ ബാക്കിൽ പെണ്ണിട്ടാത്ത മുജീബ് 28 വയസ്സ് അൺമാരീഡ്. ഇത് റിഷാദ് പെണ്ണ് കിട്ടിക്കണോ 23 വയസ്സ് പക്ഷെ പെണ്ണുണ്ട്. മൊയന്തേ കഫ്തേരിയ ഷവർമ നിങ്ങൾക്ക് അജ്മാനിലുള്ളവരാണെങ്കിൽ ബെസ്റ്റ് ഷവർമ തിന്നാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. തുർക്കിഷ് ആ 2 ഷവർമേ മോട്ടറായി കണ്ട് 2 ഷവർമ കൂടെ വാങ്ങി 24 റംസ് സീന് ഇജ്ജും വരണോ? ഇതാണ് നമ്മളെ ഷോപ്പ് അൽനാജി മൊബൈൽ ട്രേഡിംഗ് LLC വേണമെങ്കിൽ കൂട്ടിയാൽ മതി, നിർബന്ധമൊന്നുമില്ല. അൽനാജി മൊബൈൽസ്. അപ്പോ ഇത് നമ്മളെ സ്വന്തമാണ്, നമ്മൾ കുത്തി തുറക്കല്ല, ആരും തെറ്റിദ്ധരിക്കണ്ട. അപ്പൊ ഐശ്വര്യമായി തുറന്നോളൂ. എന്താണ് പറയാനുള്ളത്? താങ്കൾ ഐശ്വര്യമായി ഷോപ്പ് തുറന്നോളൂ, ദുക്കാൻ തുറന്നോളൂ. വീഡിയോ ഓൺ ആയിക്കോളെ. അപ്പൊ ഇത് മോട്ടർ മുജിത്തബ, ഇത് സെക്കൻഡ് മോട്ടർ റിഷാദ്. ലൈൻ കട്ട് ഒരു മിനിറ്റ് മൂപ്പര് വരുന്നുണ്ട്, മലയാളം അറിയിപ്പിക്കാം. മൂപ്പര് ഇതൊക്കെ ആൾക്കാർ കാണണം, ഇത് അറിയാത്ത ആൾക്കാരുണ്ട് ഇതിനെ പറ്റിയിട്ട്. മലയാളി തല്ലരുത്, കാര്യം പറയണ്ട വരി. ഐ എന്താ പൂജ ചെയ്തൊക്കെ. ഇതാണ് നമ്മളെ ജഗദീഷ് ഭായി. മൂപ്പര് വരുന്നത് ബംഗ്ലാദേശിനാണ്, പക്ഷെ അടിപൊളിയായിട്ട് മലയാളം പറയും. പറഞ്ഞ മലയാളം പറയും. ഇന്ത്യയിലെ മലയാളം പറയും. മോട്ടറൊക്കെ ഒന്ന് കല്ലിട്ടോ. ഇനി വേണ്ട, ഞങ്ങള് പോവാണ്. മൂപ്പർക്ക് അത് മലയാളം, അതാണ് പവർ. എന്താ ചിരിച്ചേ? നിങ്ങളത് കേട്ടോ ഗൈസ്? മലയാളിയായിട്ട് മലയാളം പറയാനുള്ള കഴിവില്ലല്ലോ. അങ്ങനെ പറയരുത്. കുട്ടികൾ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ മൈക്ക് ഓഫായി പോയ കാര്യം ആളിപ്പോഴാണ് ആളുകൾ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അതാണ് കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞു കിടക്കുന്നത്. മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുന്നുണ്ട്. പിള്ളേരുടെ അലമ്പ് കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട, പാവം കുട്ടികളാണ് കേട്ടോ. അവർക്ക് ഞാനും കൂടെയൊക്കെ വന്നപ്പോഴത്തേനും ഒരു ഫാമിലിനെ കിട്ടിയ ഫീലാണ്. ഇപ്പോൾ നാട്ടിൽ നിന്നിട്ട് ഇവിടെ വന്ന് ചെറിയ പ്രായത്തിൽ വന്ന മക്കളാണ് കേട്ടോ. 18 വയസ്സൊക്കെ ആയപ്പോഴത്തേന് വന്ന് ജോലി തിരക്കി വന്ന് ജോലി ചെയ്യുന്ന നല്ല മക്കളാണ്. രാവിലെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ 12 മണിക്കാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടി ഈ ഒരു ടൈമിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 1:30 ആ ഒരു സമയത്താണ്. അവരുടെ റൂം ഇതാണ്, ഇത് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഓരോ സാധനങ്ങളൊക്കെ പറക്കി മാറ്റുകയാണ്. നമ്മൾ വേറെ റൂം ഇന്നലെയാണ് വേറെ റൂം എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ അധികം സ്പേസ് ഇല്ല. ഇപ്പം നിൽക്കുന്ന റൂമിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, പക്ഷേ പിള്ളേർക്ക് ഇപ്പം നിൽക്കുന്ന റൂമിൽ നിന്ന് മാറേണ്ട ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടിട്ടാണ് ഇപ്പം മാറ്റുന്നത്. ഇല്ലായിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാം, നമുക്ക് അങ്ങോട്ട് പോകാം. രാത്രി ആയാലും നമുക്ക് ഇറങ്ങി നടക്കാനൊരു ധൈര്യമുള്ളത് പിള്ളേരുള്ളതുകൊണ്ടിട്ടാണ്. എപ്പോഴും കൂടെ തന്നെ കാണും. നല്ല മക്കളാണ് കേട്ടോ, നല്ലൊരു കുഴപ്പമില്ലാതെ നല്ല മക്കളാണ്. ഇത് ഈ സോഫയാണ് നമുക്ക് തരാമെന്ന് പറഞ്ഞത്. ഇവന്മാർക്ക് എവിടുന്നോ കിട്ടിയതാണ്. ഇപ്പോൾ റൂമിൽ കൊണ്ടിട്ടിരുന്നത്. അപ്പോൾ റൂം ഷിഫ്റ്റ് ആകുമ്പോൾ അവരുടെ പുതിയ റൂമിലേക്ക് ഈ സോഫ അവിടെ ഇടാനായിട്ടുള്ള സ്പേസ് ഇല്ല. അതാണ് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞത്. ഇവരുടെ ഫ്ലോറ് 3rd ഫ്ലോറിലും നമ്മുടേത് വരുന്ന 1st ഫ്ലോറിലുമാണ് വരുന്നത്. അപ്പോൾ 3rd ഫ്ലോറിൽ നിന്ന് 1st ഫ്ലോറിലേക്ക് സ്റ്റെയർ ഇറങ്ങിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെന്താ പറയുക, വീഡിയോയ്ക്ക് അത് കുറേ അലമ്പായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും. എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പോട്ടെ, കുഴപ്പമില്ല, നമ്മുടെ മക്കളല്ലേ. പിന്നെ നമ്മുടെ ആഘോഷമാണ്, നമ്മുടെ ആ ഒരു വീക്കെൻഡ് ആ ഒരു ടൈമിലാണ് എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ട് ഇതായിട്ടൊക്കെ വരുന്നത്. പിന്നെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം സ്പൈസി ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ. നമുക്ക് എന്താണ് പറയുക, ഞാൻ മറ്റേ ഹൈദരാബാദി ബിരിയാണി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പ്ലേറ്റ് തികയോ? അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. അമ്മ ഇരി.
നല്ല മന ചക്കര ഉമ്മ ഇടി ഡയപ്പർ ഒന്ന് നേരിട്ട് കൊടുക്കടി ഇത് കളയോടാ മാറാൻ പറയാമ്മ എടാ വേടിക്കടാ വാടാ നിന്റെ ബാക്കി കഴിച്ചിട്ട് എടുക്കാം ബാ